ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് നെയ്യപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ നെയ്യപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിലേക്ക് 5 വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളവും എടുക്കുക. ഇനി അരിപ്പൊടിയിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ നെയ്യിൽ വറുത്തെടുത്തിട്ടില്ല. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, ശർക്കര നമ്മളിവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ അരിച്ചെടുക്കണം, അതിൻ്റെ അഴുക്കൊക്കെ കളയണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇഡ്ഡലി മാവിനേക്കാൾ ലൂസായ രീതിയിലാണ് ഇതിൻ്റെ മാവിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, എന്നിട്ടിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. കോരി ഒഴിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം മാവ്. ഇനി ഇത് 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ഓയിൽ വെക്കുക, ഫ്ലെയിം ഓൺ ചെയ്യാം. നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. വീണ്ടും കോരി ഒഴിക്കാം. സാധാരണ പച്ചരി ഉണ്ടാക്കി നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ. മാവ് ഒഴിച്ച ഉടനെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്. 2 വശവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ചുട്ടെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ടേസ്റ്റിയായി പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാം. ഞാനിതിവിടെ 30 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.